മോഷൻ ഇൻ എ പ്ലെയിനിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് പ്രോബ്ലമാണ്. അതായത് ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ദ റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി ഈസ് പെർപെൻഡിക്കുലർ ടു ദി സ്മോളർ വെക്ടർ. നമ്മൾ ഇതിനകത്ത് പഠിച്ചതിനകത്ത്, അതായത് നേരത്തെ നമ്മൾ വെക്ടർ പാരലോഗ്രാം മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് രണ്ട് വെക്ടർ നമ്മൾ പഠിച്ചിട്ടുള്ളത് പി ഉണ്ട്, വെക്ടർ ക്യൂ ഉണ്ട്. ഇതിനകത്ത് നോക്കുമ്പം പി ആണ് ലാർജർ വെക്ടർ. ലാർജർ വെക്ടർ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും പിന്നീട് ഡയറക്ഷനുമാണല്ലോ വെക്ടർ. ഇത് സ്മോളർ വെക്ടർ, അതാണ് ക്യൂ. ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നത് പാരലായിട്ട്, പിന്നീട് മേലോട്ട് വരയ്ക്കുന്നതും ഇത് തന്നെയാണ്, പി ആണ്. ഈ പിയും ക്യൂവും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പം ദ റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 120 ഡിഗ്രി ഈസ് പെർപെൻഡിക്കുലർ ടു ദി സ്മോളർ വെക്ടർ. ഇതിനകത്ത് പറയുന്നത് ഈ റിസൾട്ടൻ്റ് ഓഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് അറ്റ് ആൻ ആംഗിൾ 120 ഡിഗ്രി എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് പിയും ക്യൂവും തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ഇത് കാണുമ്പോൾ അറിയാം, ഈ തീറ്റ എന്ന് പറയുന്നത് ഇങ്ങനെ കിടക്കുന്നത്. ഇതെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ലെസ് ദാൻ 90 ഡിഗ്രിയാണ്. പക്ഷേ ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ 120 ഡിഗ്രിയാണ്. അന്നേരം ഇത് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ എടുക്കാം. അതായത് ഇത് സ്മോളർ വെക്ടർ വരച്ച് ഇത് നമുക്ക് ലാർജർ വെക്ടറായിട്ട് വരയ്ക്കാം. ലാർജർ വെക്ടറായിട്ട് വരച്ച് ഇത് സ്മോളർ വെക്ടറിന് പേര് നമുക്ക് വേണമെങ്കിൽ പി എന്ന് കൊടുക്കാം. പി എന്നിരിക്കട്ടെ, പി. എന്നിട്ട് സ്മോളർ വെക്ടറിൻ്റെ ആംഗിൾ പറയുന്നുണ്ട്, രണ്ടും തമ്മിലുള്ള ആംഗിൾ പറയുന്നുണ്ട് 120 ഡിഗ്രി. അന്നേരം ഇതെന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി. എന്നിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് റിസൾട്ടൻ്റ് ആണ് പെർപെൻഡിക്കുലർ ടു ദി സ്മോളർ വെക്ടർ. ഇതാണ് സ്മോളർ വെക്ടർ. ഇതിന് പെർപെൻഡിക്കുലർ എന്ന് വെച്ചാൽ എത്രയാണ്? ഇവിടുന്ന് സ്ട്രെയിറ്റ് നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടും. ഇവിടുന്ന് സ്ട്രെയിറ്റ്, ഇവിടുന്ന് സ്ട്രെയിറ്റ്. ഇതിൻ്റെ വാല്യൂ ഉണ്ട്, ലാർജർ വെക്ടർ വാല്യൂ ഉണ്ട്, അത് 10 യൂണിറ്റ്സ്. ഇത്രയും മനസ്സിലായല്ലോ. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ രണ്ട് വെക്ടർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. അതിനകത്ത് റിസൾട്ടൻ്റ് പാസ് ചെയ്യുന്നത് സ്മോളർ വെക്ടർ ഇതാണ്, അതിന് 90 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇനി നമുക്കിതൊരു പാരലോഗ്രാമായിട്ട് അങ്ങ് കൺസ്ട്രക്ട് ചെയ്യാം. ഇതിന് പാരലായിട്ട് മേളിൽ ഇത് പി, ഇതിന് പാരലായിട്ട് ഇങ്ങോട്ട്. ഇനി അടുത്തത് നമുക്ക് ഇവിടുത്തെ ആംഗിൾ കണ്ടെത്തണം. ഇവിടുത്തെ ആംഗിൾ മൊത്തത്തിൽ എത്രയാണ്? 120 ഡിഗ്രിയാണ്. ഇത് നമുക്കറിയാം, ഇത് 90 ഡിഗ്രിയാണ്. ഇവിടുന്ന് ഇവിടം വരെ 90 ഡിഗ്രിയാണ്. അന്നേരം 120 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി സമം 30 ഡിഗ്രി. ഇതെന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 30 ഡിഗ്രി. ഓക്കെ, ഇത്രയും പിടികിട്ടിയല്ലോ. ഇതിനകത്ത് റിസൾട്ടൻ്റ് ആണ് ഇത്. നമുക്ക് ഇതിന് 6 എന്ന് കൊടുക്കാം. ഇതിപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെയായി. ഒ എ ബി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആയിട്ട് ആയി. ഇതിനകത്ത് നമുക്ക് കാണേണ്ടത് റിസൾട്ടൻ്റ് 6 കാണണം. അന്നേരം ഇതിനകത്ത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. ഇതായിരിക്കും എന്തോന്ന്? ഹൈപ്പോട്ടന്യൂസ്. കാരണം ഇത് 30 വെച്ച് നോക്കുന്നത് ആംഗിൾ ഇവിടാണ് മേയ്ക്കുന്നത്. ഇത് അഡ്ജസൻറ്റ് സൈഡ്, സമീപവശം. ഇത് എതിർവശം, ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് കാണേണ്ടത് ഇതിനകത്ത് റിസൾട്ടൻ്റ് 6 കാണണം. അന്നേരം cos 30 എടുത്താൽ മാത്രമേ അഡ്ജസൻറ്റ് സൈഡ് 6 എടുക്കത്തുള്ളൂ. അന്നേരം cos 30 ഈസിക്കൽ ടു അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ആരാണ്? സമീപവശം 6, റിസൾട്ടൻ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് 10. അന്നേരം റിസൾട്ടൻ്റ് 6 ഈസിക്കൽ ടു 10 ഇൻറ്റു cos 30. അന്നേരം 8.66 കാൽക്കുലേറ്റർ അടിക്കുമ്പോൾ വരും. ഇതിനകത്ത് ഇവിടെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് യൂണിറ്റ്സ് എന്ന് കൊടുക്കാം.
ഇനി അടുത്തത് കാണേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്മോളർ വെക്ടറും കൂടി കാണണം. റിസൾട്ടൻ്റ് കണ്ടു, ഇനി കാണേണ്ടത് സ്മോളർ വെക്ടറാണ്. സ്മോളർ വെക്ടർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയുടെ എവിടെ കിടക്കുന്ന ഓപ്പോസിറ്റാണ്. അതായത് ഓപ്പോസിറ്റ് ബൈ നമുക്ക് വേണ്ടത് ഏതാണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അങ്ങനെ എടുക്കണം. അന്നേരം എന്തെടുക്കുക? sin 30 എടുക്കുക. പക്ഷേ ഇവിടെ ഇതെടുത്താലും കിട്ടും, അതായത് tan 30 എടുത്താലും കിട്ടും. ഇവിടെ 6 വന്നതുകൊണ്ട് നമുക്ക് ഇത് sin 30 വെച്ച് കാണാം. അന്നേരം sin 30 ഈസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് സ്മോളർ വെക്ടർ പി ബൈ ടണ്ണ്. അന്നേരം സ്മോളർ വെക്ടർ പി ഈസിക്കൽ ടു sin 30 ഇൻറ്റു ടൺ. sin 30 ഇൻറ്റു ടൺ കാൽക്കുലേറ്റർ അടിക്കുമ്പം 5. അന്നേരം യൂണിറ്റ്സ് കിട്ടണം. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് ഇത് പാരലോഗ്രാം മെത്തേഡിലാണ് ഇത് കിടക്കുന്നത്. അതേ സാധനം തന്നെയാണ് ഇത്. ഒന്ന് തിരിച്ചിട്ട് സ്മോളർ വെക്ടർ ഇവിടെ വരച്ചു, ലാർജർ വെക്ടർ ഇവിടെ വരച്ചു. ഇത് തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ മൊത്തത്തിൽ 180. ഈ ചെറുത് കാണണമെങ്കിൽ ഇത് 90 ഡിഗ്രിയാണ്. റിസൾട്ടൻ്റ് 120 മൈനസ് 90 30 ഡിഗ്രി. അതിനകത്ത് കോസ് 30യും sin 30 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൻറ്റും കിട്ടും, സ്മോളർ വെക്ടറും കിട്ടും. ഇനി അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഒരു മഴ താഴോട്ട് പെയ്യുന്നതെന്ന് വെച്ചാൽ താഴോട്ട് പെയ്യുക. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ 35 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ വെലോസിറ്റി വെർട്ടിക്കൽ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡയറക്ഷൻ, അതായത് നമ്മൾ ഈ ഏത് പ്രോബ്ലം ചെയ്താലും ഡയറക്ഷൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് നോർത്തായിട്ട് എടുക്കും. ഇത് വരച്ചിടുക. ഇത് നോർത്ത് ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. എന്നിട്ട് പറയുന്നത് ഒരു വിൻഡ് ബ്ലോ ചെയ്യുന്നു, വീശുന്നു. സ്പീഡ് എത്ര? 12 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദി ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പം വിൻഡ് അടിച്ചത് എങ്ങോട്ടാ? ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറയുമ്പം ഇങ്ങനെയാണ് വിൻഡ് അടിച്ചത്. ഓക്കെ, അത് എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ്. അന്നേരം നമ്മൾ മഴ മാത്രം പെയ്യുന്നുള്ളൂ, കാറ്റില്ല, നിശ്ചലമായ ഒരവസ്ഥയാണ്. അങ്ങനെ ആണെങ്കിൽ നമ്മൾ കുട ഇങ്ങനെ പിടിക്കും, ആണല്ലോ. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലമായി, കേസ് 1, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലമായി കാറ്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ മഴയ്ക്കാണ് വെലോസിറ്റി താഴോട്ട് കൂടുതൽ, കാറ്റ് സൈഡിൽ നിന്ന് അടിക്കുന്നത്. അന്നേരം എങ്ങനെയായിരിക്കും മഴ വരുന്നത്? മഴ വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇങ്ങനെ ചരിഞ്ഞായിരിക്കും. മഴ വരുന്നത് ഇങ്ങനെ ചരിഞ്ഞായിരിക്കും. അന്നേരം നമുക്ക് ഒരു വെക്ടറായിട്ട് മാറ്റാം. വെക്ടർ എന്ന് പറയുമ്പം ഈ മഴയെ നമുക്ക് താഴോട്ടാക്കി. ഇതൊരു വെക്ടർ 35. കാറ്റ് എങ്ങോട്ടാണ് അടിച്ചത്? ഈസ്റ്റ് ടു വെസ്റ്റാ. ഇത് ഹൊറിസോണ്ടലാണ്. അന്നേരം ഇതെത്രയായി? 12 യൂണിറ്റ് ഇടണ്ട, 12 ഇട്ടാൽ മതി. മീറ്റർ പെർ സെക്കൻഡ് വേണ്ട. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫലമായി മഴ എങ്ങനെ ആയിരിക്കും വരുന്നത്? ഇങ്ങനെയാണ് വരുന്നത്. അന്നേരം നമ്മൾ കുട എന്തോ ചെയ്യും? ഒന്ന് ചരിച്ചു പിടിക്കും. കുട ഇങ്ങനെ ചരിച്ചു പിടിക്കും. അന്നേരം ഇതിൻ്റെ ഫലമായി റിസൾട്ടൻ്റ് ഇങ്ങോട്ടായിരുന്നു. ആദ്യം മഴ ഇങ്ങോട്ടാണ് പെയ്തത്, കാറ്റ് ഇങ്ങോട്ടാണ് വീശുന്നത്. അതിൻ്റെ രണ്ടിൻ്റെ ഫലമായി മഴ ചരിഞ്ഞു വന്നു. അന്നേരം കുട നമ്മൾ ഇങ്ങനെ പിടിക്കും. അതിനെയാണ് ഇങ്ങോട്ട് വരയ്ക്കുന്നത്. പിടികിട്ടിയല്ലോ. ഇതിനെ നമുക്ക് ഇവിടെ താഴെ നമുക്ക് ഇത് കൺസ്ട്രക്റ്റ് ചെയ്യുമ്പം പാരലായിട്ട് എടുക്കുമ്പോൾ ഇത് 12, ഇതന്നേരം എത്ര? 35. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ തീറ്റ ഇങ്ങനെ വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യാം. തീറ്റ അന്നേരം കുട എങ്ങനെയാണ് പിടിച്ചതെന്നാണ്, കുട പിടിച്ച ആംഗിളാണ് വേണ്ടത്. നമുക്കറിയാം ഹൈപ്പോട്ടന്യൂസ് ഇവിടെ ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഈ സൈഡ് 35, ഇങ്ങോട്ട് വരച്ച് 35, ഇത് 12, ഓപ്പോസിറ്റ് 12 വെച്ച്. നമുക്ക് ഈ തീറ്റ കിട്ടണമെങ്കിൽ ഇവിടെ എന്തൊക്കെയുണ്ട്? ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്. അന്നേരം ടാൻ തീറ്റ എടുക്കുക. ടാൻ തീറ്റ ഈസിക്കൽ ടു ഓപ്പോസിറ്റ് സൈഡ് 12, അഡ്ജസൻറ്റ് സൈഡ് 35.
അന്നേരം ടാൻ തീറ്റ എന്ന് പറയുന്നത് കാൽക്കുലേറ്റർ അടിക്കുമ്പം കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0.3428 കിട്ടും. എന്നിട്ട് തീറ്റ കാണണമെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്യുക ടാൻ ഇൻവേഴ്സ് 0.3428. ഇതടിക്കുമ്പം തീറ്റ 19 ഡിഗ്രി കിട്ടും. ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മഴ പെയ്യുന്നു, മഴ വെർട്ടിക്കൽ പെയ്യുന്നു 35 മീറ്റർ പെർ സെക്കൻഡ്. കാറ്റടിക്കുന്നു ഈസ്റ്റ് ടു വെസ്റ്റ്, ഇങ്ങോട്ട് വീശുന്നു 12 മീറ്റർ പെർ സെക്കൻഡ്. ഈ 35 മീറ്റർ പെർ സെക്കൻഡ് മഴയാണ്, അതിനെ ഞാൻ വെർട്ടിക്കലായിട്ട് വരച്ചു. കാറ്റ് 12 മീറ്റർ പെർ സെക്കൻഡാണ്, അതിനെ ഹൊറിസോണ്ടലായിട്ട് വരച്ചു. ഈസ്റ്റ് ടു വെസ്റ്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. ഇത് നമ്മൾ ഇങ്ങനെയുള്ള ഡയറക്ഷൻ തരുന്നതിനകത്ത് വരികയാണെങ്കിൽ ഇത് വരയ്ക്കണം. അടുത്തത് ഇതിൻ്റെ രണ്ടിൻ്റെ ഫലമായിട്ട് മഴ എങ്ങനെയാണ് വന്നത്? ചരിഞ്ഞാണ് വന്നത്. സ്വാഭാവികമായിട്ട് നമ്മൾ എന്തോ ചെയ്യും? കുടയൊന്ന് ചരിക്കും. ഈ ചരിച്ചാണ് വെച്ചേക്കുന്നത്. ഇതാണ് തീറ്റ. എന്നിട്ട് തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. എന്നിട്ട് കിട്ടി 0.3428. തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 0.3428 ഈസിക്കൽ ടു 19 ഡിഗ്രി. എന്നിട്ട് പറയണം തീറ്റ മേക്ക് ചെയ്യുന്നത് രണ്ട് രീതി നമുക്ക് വേണമെങ്കിൽ തീറ്റ എടുക്കാം. ഇവിടെ വെച്ചും എടുക്കാം. ഇവിടെ വെച്ചെടുക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടലാണ്, ഇവിടെ വെച്ചെടുത്തുകൊണ്ട് ഇത് വെർട്ടിക്കലാണ്. അന്നേരം തീറ്റ ഈസിക്കൽ ടു 90 ഡിഗ്രി മെയ്ഡ് വിത്ത് എന്താണ്? വെർട്ടിക്കൽ. അത് പ്രത്യേകമായിട്ട് എഴുതണം. മെയ്ഡ് വിത്ത് വെർട്ടിക്കൽ ആക്സിസ് എന്ന് എഴുതണം. ഇത് രണ്ടും നല്ലൊരു ചോദിക്കാൻ സാധ്യതയുള്ള